ഇപ്പൊ ദുഃഖം നമ്മൾ ചേർത്ത് പോകുന്ന ഒരുപാട് രാഗങ്ങളുണ്ട്. അങ്ങനെ ഓരോ രാഗങ്ങൾക്കും സെപ്പറേറ്റ് ഓരോ ദുഃഖങ്ങളും ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്കിപ്പോൾ ഈ രാഗത്തിന് ഈ ദുഃഖമാണ്, ഈ ടൈപ്പ് ഓഫ് ദുഃഖമാണ് എന്നൊന്നും നമുക്ക് അറിവുണ്ടായിരുന്നില്ല. ഇപ്പം അദ്ദേഹം ഒരു പാട്ട് പരിപാടിയിൽ മുഖാരി എന്ന് പറയുന്ന ഒരു രാഗമുണ്ട്. അതിന് നിഗൂഢത നിറഞ്ഞൊരു ദുഃഖമാണുള്ളത്. ആ നിഗൂഢത ഉള്ള ദുഃഖം എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ, നമ്മുടെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ഉറ്റ സുഹൃത്ത് നമ്മുടെ അച്ഛനെ കാണാൻ വരികയാണെങ്കിൽ ആ സുഹൃത്തിനെ ഒരുപാട് നാൾക്ക് ശേഷം കണ്ടതിൻ്റെ സന്തോഷവും ഉണ്ടാവണം ഉണ്ടാവും നമ്മുടെ ശരീരഭാഷയിൽ. എന്നാൽ നമ്മുടെ അച്ഛനാണ് മരിച്ചെടുക്കുന്നത്, അത് കൂട്ടുകാരോട് അവതരിപ്പിക്കണം. അത്രയും കോംപ്ലിക്കേറ്റഡും ആണ്. അങ്ങനെ നിഗൂഢമുള്ളൊരു ദുഃഖം അനുഭവിച്ചിട്ട് വേണം ഒരു പാട്ടുകാരൻ ആ പാട്ട് പാടുന്നത് എന്ന് പറയുന്നത് ബ്രില്യൻ്റ് ആണ്. അത്രയും ബ്രില്യൻ്റ് ആയിട്ടൊരു രാഗത്തെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. ഇങ്ങനെ രാഗങ്ങളെ പറ്റിയിട്ടൊക്കെ കാഷ്വലായിട്ടുള്ള സംസാരങ്ങളിലൊക്കെ കേട്ടിട്ട് ഇത്രയൊക്കെ ഒരു മനുഷ്യൻ ചിന്തിക്കുമോ എന്ന് അതിശയിച്ചിട്ടുണ്ടോ? പക്ഷെ അതിൽ സംസാരമല്ല, ഈ ഞങ്ങളിപ്പോൾ യാത്രയൊക്കെ പോകുമ്പം എവിടെയെങ്കിലുമൊക്കെ റെക്കോർഡുകൾ കേൾക്കുമല്ലോ. അപ്പം ഇങ്ങനെ അസ്വസ്ഥതയാണ് ചില രാഗങ്ങൾ കേൾക്കുമ്പോഴത്തേന്. അതിങ്ങനെ നിർത്തിയാൽ മതി, ഇങ്ങനെ. അപ്പം നമ്മൾ പറയും എന്തിനീ ആവശ്യമില്ലാത്ത, അത് ശ്രദ്ധിക്കാതിരിക്കും. പക്ഷെ അതെനിക്ക് ഭയങ്കര പ്രശ്നമാണ് എന്ന് നമ്മളോട് പറയും. അപ്പം നമുക്കിതൊന്നും അറിയത്തില്ലല്ലോ. അപ്പം അതിങ്ങനെ ആ പാട്ട് തീരുന്നിടം വരെ ഇങ്ങനെ അസ്വസ്ഥതയാണ്. പിന്നെ നമ്മൾ പറയുന്നൊന്നും ശ്രദ്ധിക്കത്തില്ല. പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പിന്നെ ആളങ്ങ് അസ്വസ്ഥനാവും അപ്പോഴത്തേക്ക്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ചില രാഗങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ഈ പാട്ട് എഴുതാനൊക്കെ കൊടുക്കുമ്പം തന്നെ കക്ഷിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ചില രാഗങ്ങൾ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് അത് വരുമ്പോൾ അതിന് പ്രത്യേകത നമുക്ക് മുഖഭാവം കൊണ്ട് അറിയാം എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ മോഹനരാഗം ഭയങ്കര ഇഷ്ടമാണ്. അത് പ്രസാദിയുടെ ശരിക്കും പറഞ്ഞാൽ നേരത്തെ തൊട്ടേ പാട്ട് എഴുതുമായിരുന്നു. എന്നുവെച്ചാൽ ലളിതഗാനങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ രാത്രി എങ്ങനെ ഞാനുറങ്ങും, സച്ചിദാനന്ദം പാടിയ ഒരു പാട്ട്. അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരുന്ന ഒരു പാട്ട്. പ്രസാദിയൻ ഏതാണ്ട് 26-27 വയസ്സിൽ എഴുതിയതാണ്. അത് പ്രസാദിയന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി എഴുതിയതാണ്. പ്രണയം വെച്ചിട്ട് എഴുതിയതാണ്. അത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ചകർത്തിയാരി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവരെല്ലാവരും കൂടെ എപ്പോഴും ഇങ്ങനെ കൂടിയിരുന്ന് ഇങ്ങനെ ഈ പാട്ടുകളെ കുറിച്ചും ഇങ്ങനെയൊക്കെ പറയും. അപ്പം മതിച്ചേട്ടനും അങ്ങനെ നന്നായിട്ട് പാടുന്ന ആളാണ്. അപ്പം അങ്ങനെ എഴുതിയൊരു പാട്ടാണ് അതപ്പോൾ ആ സമയങ്ങളിൽ തൊട്ടിങ്ങനെ പാട്ടുകൾ എഴുതാറുണ്ടായിരുന്നു. പിന്നെ ശരിക്കും പ്രസാദിയിട്ട് ആദ്യം പാട്ട് എഴുതുന്നത് സീതാ കല്യാണം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. പാട്ടുകാര് ശ്രീനിവാസ് ആണത് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സീതാ കല്യാണത്തിലെ ആ പാട്ടുകളെല്ലാം ശരത്ത് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ അതെന്തുകൊണ്ടോ റിലീസ് ഒരുപാട് വൈകി. പക്ഷെ അതെങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് ആർക്കും അറിയത്തുമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കിളിച്ചുണ്ട മാമ്പഴം അത് കഴിഞ്ഞാണ് വരുന്നത്. അന്ന് അതങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. രാജീവ്കുമാർ, TK രാജീവ്കുമാറാണ് അത് ചെയ്തത്. അപ്പം അങ്ങനെ ആ പാട്ട് എഴുതി. പക്ഷെ അത് ഇറങ്ങാൻ വൈകിപ്പോയി. അതിനകത്ത് ഒരുപാട് നല്ല പാട്ടുകളാണ് എല്ലാം. നന്നായിട്ട് ശ്രീനിവാസ് അതിന് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. നല്ല പാട്ടുകൾ. അതിനകത്ത് ഒരു നെയ്മണക്കും വാക്കിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞ കുറെ നല്ല പാട്ടുകളാണ് അതെല്ലാം. പക്ഷെ എന്തുകൊണ്ടോ ശ്രദ്ധയും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ടാണ് കിളിച്ചുണ്ട മാമ്പഴം ഇങ്ങനെ. അത് കഴിഞ്ഞ് പ്രസാദിന് ഇങ്ങനെ ആരോടൊന്നും പറയുന്നില്ലായിരുന്നു. ഇതിങ്ങനെ ഇറങ്ങാനും വൈകി. അപ്പം മാനസികമായും എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മുടെ പ്രിയദർശൻ സാർ ഇങ്ങനെ പറഞ്ഞു എന്നാൽ ചെയ്തേക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അന്നൊക്കെ ഭയങ്കര വെപ്രാളമായിരുന്നു. ഈ ഖുർആൻ എടുത്ത് വായിക്കുന്നു, അത് മുസ്ലിം തീമാണ്. അങ്ങനെ അത് ഇവിടെ കിടന്ന് ഭയങ്കര പരാക്രമമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേനും അതെല്ലാം എടുത്ത് ദൂരോട്ട് കളഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനൊന്നും വേണ്ട, താൻ സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ വല്ലതും ചെയ്യ് എന്ന് പറഞ്ഞിട്ടാണ്. ഈ പാട്ട് ഇറങ്ങിയ ഉടനെ ഗിരീഷ് പുത്തഞ്ചേരി വിളിച്ചിട്ട് പറയുന്നു, എടാ എനിക്കിപ്പോൾ സന്തോഷമായി, നീ എൻ്റെ കഞ്ഞിയിൽ പാറ്റ ഇടാൻ തന്നെ തീരുമാനിച്ചിരിക്കുക അല്ലേ, അപ്പോൾ നീ എന്നെ ഒരുപാട് കളിയാക്കിയതാ. അപ്പം എപ്പോഴും ഗിരീഷിനെ കളിയാക്കുമായിരുന്നു. പക്ഷെ ഗിരീഷ് അതോടനെ തിരിച്ചു കൊടുത്തന്നിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞത് പറ്റിപ്പോകുന്നതല്ലേ, ജീവിതത്തിൽ ഓരോന്ന് പറ്റിപ്പോകുന്നതാണ് എന്ന് പറഞ്ഞ്. പിന്നെ പാട്ടെഴുത്തുകാരനാകണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. സിനിമ ചെയ്യണം, ഏറ്റവും വലിയ ആഗ്രഹം തിരക്കഥാകൃത്താവണം, സംവിധാനം ചെയ്യണം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ എല്ലാ മേഖലയിലും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. പക്ഷെ എങ്ങും ആ ഒരു എല്ലാ കാര്യങ്ങളിലും കൈവച്ചിട്ടുണ്ട്. പക്ഷെ നാടകങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നാടകം എഴുതുകയും ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അത്
സംഗീത നാടക അക്കാദമി അവാർഡ്, ഷഡ്കല ഗോവിന്ദമാര, അങ്ങനെ ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഷഡ്കല ഗോവിന്ദമാരാർ എന്നുള്ള സിനിമ അത് വൈകി പോകാനുള്ള കാരണം എന്തായിരുന്നു? അതൊക്കെ എൻ്റെ ലാൽ സാറ് ചെയ്യും എന്ന് പറഞ്ഞ് കുറേ വർഷം ഇങ്ങനെ അതിനുവേണ്ടി, ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ ഓർക്കും നമുക്ക് സങ്കടം തോന്നും. ഇപ്പോൾ ആകും എന്ന് പറഞ്ഞ് ഓരോ പത്രങ്ങളിലും എല്ലാം ഇങ്ങനെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അതൊന്ന് എപ്പോഴും പറയും, എനിക്ക് എൻ്റെ ആ ഒരു സിനിമ ഇറങ്ങിക്കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. അപ്പം ഷഡ്കല ഗോവിന്ദമാരാർ, ചന്ദ്രോത്സവം, അങ്ങനെ കുറേ സ്ക്രിപ്റ്റുകൾ കയ്യിലുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഒന്നും വെളിച്ചം കണ്ടില്ല. പക്ഷെ ഷഡ്കല ഗോവിന്ദമാരാർ ഒരു നാടകമായിട്ട് ഇറങ്ങിയിരുന്നു, പിന്നെ അത് സ്ക്രിപ്റ്റ് ആക്കി വെച്ചത്. എൻ്റെ അറിവിൽ അത് എം.ടി. സാർ വായിക്കുകയും സാറിനോട് അതിന്റെ ലെറ്ററൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആ വെള്ളപ്പൊക്കത്തിലാണ് കുറേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്. എം.ഡി. സാർ എഴുതിയ ലെറ്ററൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ശിവൻ സ്റ്റുഡിയോയിലെ ശിവൻ സാറാണത്, സന്തോഷ് അച്ഛൻ, അവിടെ വെച്ചാണ് ഇത് തിരക്കഥയാക്കുന്നതും ഒക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എം.ഡി. സാറിൻ്റെ അടുത്ത് ഈ തിരക്കഥ ഇത് കാണിച്ചു. അന്ന് അപ്പം എം.ഡി. സാർ വായിച്ചിട്ട് പറഞ്ഞു, ഇതിൽ ഞാൻ ഇനിയും കൈവെക്കുന്നത് ശരിയല്ല, അത് പ്രസാദ് തന്നെ ചെയ്യും, അത്ര നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്, പ്രസാദിനെ കൊണ്ട് തന്നെ പറ്റുള്ളൂ. അത് ലെറ്ററൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഒരുപാട് ഇങ്ങനെ ലെറ്റർ അതിനെക്കുറിച്ച് എഴുതിയത്, എം.ഡി. സാറിന്റെ കൈപ്പടയിൽ എഴുതിയത്. അതിന് പുറകെ ഏകദേശം കുറച്ചധികം കാലങ്ങൾ നടക്കുകയും ചെയ്തല്ലോ, അതൊരു പ്രൊജക്റ്റായിട്ട് ഓണാവാൻ വേണ്ടിയിട്ട്. എല്ലാം ഒരുപാട് അന്ന് ഉടനെ നടക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഒന്നും ആയില്ല. എന്താണ് കാരണം നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇപ്പോഴും പ്രിയദർശൻ സാർ അത് സ്ക്രിപ്റ്റ് നമ്മളോട് ഒരാൾ മുഖാന്തരം മേടിച്ചിട്ടുണ്ട്, വായിച്ചിട്ട് ഇപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ സമീപിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് പ്രസാദ് ചേട്ടൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണത്. അപ്പം നമ്മളതിനെ അത്ര കാണുന്നു. അപ്പം അത് അങ്ങനെ തന്നെ നമ്മൾ ഇനി ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ട് ഉറപ്പുണ്ടെങ്കിൽ നമ്മളും അത്. ഞാൻ കേട്ടിട്ടുണ്ട് ഏകദേശം 7ഓളം തിരക്കഥകൾ ഇവിടെ പൂർത്തിയാക്കിയത് തന്നെ ഈ വീട്ടിലിരിപ്പുണ്ട് എന്നുള്ളത്. അത് ഓരോരോ തിരക്കഥകൾ സിനിമയാക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരൊക്കെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിൽ ചന്ദ്രോത്സവം, ഷഡ്കല ഗോവിന്ദമാരാർ അല്ലാതെയും ബാക്കിയുള്ള 5 സിനിമകളും പൂർത്തിയാക്കിയതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആളുകൾ വരാറുണ്ടോ അവിടെ? ഒരെണ്ണം പ്രസാദിന്റെ വയ്യാതെ ആകുന്നതിന് മുമ്പ് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്, അത് ഞങ്ങൾക്കറിയാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവരത് സമ്മതിക്കുന്നില്ല. അപ്പൊ അത് ആദ്യം അതിന്റെ ഒരു പേരിട്ടിരുന്നത് നേർവരകൾ എന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ പേരൊക്കെ മാറ്റി 2-3 പ്രാവശ്യം അതെല്ലാം പേരെല്ലാം മാറ്റി. ആ സ്ക്രിപ്റ്റ് നമുക്ക് കൊടുത്തവരെയും അതുമെല്ലാം നമുക്കറിയാം, കഥയും ഞങ്ങൾക്കറിയാം അത് സംഭവം എന്താണെന്നൊക്കെ. പക്ഷെ പ്രസാദം മരിച്ചു കഴിഞ്ഞിട്ട് അവരതിനെക്കുറിച്ച് സമ്മതിക്കുന്നില്ല. എന്തായാലും പുറത്തു വന്നാൽ ഞങ്ങൾക്ക് സംഭവം എന്തായാലും അറിയാം. അതിൻ്റെ പ്രസാദിത റഫായിട്ട് എഴുതി വെച്ചൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ആളുകൾ അദ്ദേഹത്തെ ബോധപൂർവം, അതായത് അവരുടെ അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ദ്രോഹിക്കുന്നത് പോലെ എനിക്ക് പല അവസരങ്ങളിലും തോന്നിയിട്ടുണ്ട് മാം. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ട ദിവസം, ആ ദിവസമാണ് ചലച്ചിത്ര നിരൂപകനും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള ഒരു ആള് യൂട്യൂബ് ചാനലിൽ അദ്ദേഹം എന്താ പറയുക പണം വാങ്ങിച്ചു എന്നും ഭീമമായിട്ടുള്ള പൈസ ഒരു ഗാനത്തിന്, അത് മരിച്ച അന്ന് തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ ഭൗതിക ശരീരത്തിന് കൊടുക്കുന്ന ഒരു ബഹുമാനം ഉണ്ടല്ലോ, അതുപോലും കൊടുക്കാതെയാണ് ശാന്തിയുള്ള ദിനേശ് എന്ന മനുഷ്യനാണ് അത് ചെയ്യുന്നത്. അതല്ലാത്ത മോശമായി പോയി. അതിപ്പോൾ എന്തിന്റെ പേരിലാണെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ വിദ്വേഷം ഉണ്ടാവാം, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ആ ദിവസം അത് ആ വീഡിയോനകത്ത് തന്നെ അദ്ദേഹം ആ കർമ്മങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർത്തും മനുഷ്യത്വമില്ലായ്മയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് വലിയ വിയോജിപ്പുണ്ട് ആ മനുഷ്യനോട്. ആ വീഡിയോ കണ്ടിട്ട് അതിന് അടിയിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഇത് എപ്പോഴാണ് അങ്ങനെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടുന്നത്? ഞങ്ങൾ പ്രസാദിന്റെ സഞ്ചയനം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ, പ്രസാദിന്റെ ഫ്രണ്ട്സ് ഒരുപാടുണ്ട്, അവരെല്ലാവരും എന്നെ വിളിച്ചു, ഇത് ഇങ്ങനൊരു ഇത് ഉണ്ട്, അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായും പ്രസാദിയൻ്റെ എന്താണെന്നുള്ളത് അറിയാം, പ്രസാദിയൻ്റെ അടുത്ത ആൾക്കാർക്കും അറിയാം. അദ്ദേഹത്തിനുള്ള ഏറ്റവും ഒരു മൈനസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മദ്യപിക്കും എന്നുള്ള ഒരിത്, അല്ലാതെ ആർക്കും ഒരു ദ്രോഹമോ അല്ലെ ആരോടെങ്കിലും ഒരു വ്യക്തി വൈരാഗ്യമോ അങ്ങനെയുള്ള ഒരാളെ അല്ല. എല്ലാവരോടും നല്ല രീതിയിലേ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യാറുള്ളൂ. പിന്നെ ഈ യൂട്യൂബിനകത്ത് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പം ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കും, അദ്ദേഹത്തിന് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാകും. പക്ഷെ അതിനകത്തെ ഒരു സത്യം എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അന്നത്തെ കാലത്ത് അത് സിനിമ ഏതാ, ബംഗ്ലാവിലൗദ, അപ്പോൾ ലാൽ സാറിൻ്റെയാണ്, സിദ്ദിഖ് ലാലിൻ്റെ ലാൽ സാർ. അതിൽ പാട്ട് എഴുതാൻ പോയപ്പോൾ എന്നെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, ഇയാളൊരു
ആളത്ര ഇതല്ല, എല്ലാവരും പറയുന്നു പൈസയൊന്നും തരികയില്ല എന്നൊക്കെ പറയും. പക്ഷെ പ്രസാദേട്ടൻ ഒരിക്കലും ആരോടും കണക്ക് പറഞ്ഞ് പൈസ മേടിക്കുന്ന ഒരാളെ അല്ല. അല്ല അല്ല, ഒരു കണിശതയുള്ള ആളാണെന്ന് ഇവിടെയും കേട്ടിട്ടില്ല. ഒരിക്കലും അല്ല, ഒരിക്കലും ആരോടും ഇന്ന് വരെ ഒരു രൂപ പോലും കണക്ക് പറഞ്ഞ് മേടിച്ചിട്ടില്ല. ഞങ്ങളുടെ ജീവിത സാഹചര്യവും അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ നമുക്കത് നന്നായിട്ട് അറിയാവുന്ന കാര്യം. അപ്പോൾ ഇദ്ദേഹം ഇതങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് 15,000 രൂപ 2 പാട്ടിന് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. 15,000 രൂപ മേടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ 15,000 രൂപ വണ്ടിക്കൂലിയും പോയി കഴിയുമ്പോൾ ഈ 15,000 രൂപ ഒരു നാട്ടിൽ 15,000 രൂപയുടെ വാല്യൂ എത്രയാണുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു പാട്ട് എഴുതുന്ന ഒരാൾക്ക് ഒരു പാട്ടിനെ ഇവിടെ ഓരോ വ്യക്തികളും എത്രയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്, അതിൻ്റെ 4/1 പോലും BR പ്രസാദിന് കിട്ടിയിട്ടില്ല. അത് ഞങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാം. വേണേൽ നമ്മളിത് പറയുമ്പോൾ ആൾക്കാർ കമൻറ്റ് ചെയ്യും നിങ്ങളറിയാൻ, ഒന്നുമല്ല. എത്രയാണെന്ന് പറഞ്ഞാലും എത്ര ഇതിൽ ആണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പ്രതിഫലം ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട്. അത് സന്തോഷത്തോടെ കയ്യിൽ കിട്ടിയ ഉടനെ അത് എങ്ങനെ കൊടുത്തു എന്ന് പോലും. അങ്ങനെ ഒരു വ്യക്തിയാണ് വിധു. എനിക്ക് കവറിലിട്ട ഇത്ര രൂപ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ പിന്നെ അതിനകത്ത് അത് 15,000 രൂപ അദ്ദേഹം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ മാനസികമായി അദ്ദേഹത്തെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹോട്ടലിൽ കൊണ്ട് റൂം എടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ പണി ചെയ്യിക്കുന്ന പോലെ. ഇപ്പം നമ്മുടെ വീട്ടിലൊരാൾ കൂലിപ്പണിക്ക് വന്നാൽ ചെടിക്ക് വളവിടാനാണെങ്കിൽ നമ്മൾ പറയാം ഇതിനിട. ഒരു പാട്ട് എഴുതുന്ന ഒരാളോട് അത് അങ്ങനെയാണോ നമ്മൾ പറയാൻ പാടുള്ളത്? നിങ്ങൾ അങ്ങനെ ചെയ്യുക, നിങ്ങൾ ഇങ്ങോട്ട് എഴുതി എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് ഇങ്ങനെ അങ്ങ് ഛർദ്ദിച്ച് വെക്കാൻ പറ്റുമോ? പറ്റില്ല. അവർ കൊടുത്തിരിക്കുന്ന മ്യൂസിക്കിനനുസരിച്ച് വരികളുണ്ടാവണം. അതിങ്ങനെ ചെവിയിലിട്ട് നമുക്കിത് നന്നായിട്ടറിയാം. ആ മ്യൂസിക് നമുക്ക് ഇട്ട് തന്നാൽ അതിങ്ങനെ ചെവി വെച്ച് കേട്ടോണ്ടേയിരിക്കും. വേറെ ഒന്നിലും ഒരു ശ്രദ്ധയില്ല. എല്ലാ പാട്ടെഴുത്തുകാരും അങ്ങനെയൊക്കെ തന്നെയാണ്. അവരുടെ ആ ഒരു ഇതാരും അറിയുന്നില്ല. നമ്മളെല്ലാം കാണുന്നത് മ്യൂസിക് ചെയ്ത് ഈ പാട്ട് വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാം അത് ഭംഗിയോടെ കേൾക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതിൻ്റെ പിന്നിലുള്ള ഒരു എഫക്റ്റ് അറിയത്തില്ല. അതിലാണ് അദ്ദേഹം പറഞ്ഞത് 15,000 രൂപ വാങ്ങി എന്നുള്ളത്. എത്ര ദിവസത്തെ മെനക്കേട്, എത്ര മണിക്കൂർ എല്ലാം വിട്ടിരുന്നിട്ട് ഇതിൽ മാത്രം ശ്രദ്ധിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലോ അല്ലെ പുറം ലോകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് അറിയുന്നില്ല. പിന്നെ അദ്ദേഹം ആരോപിച്ച ഒരു കാര്യം സയാമീസ് ഇരട്ടകളുടെ ഓപ്പറേഷൻ അദ്ദേഹത്തിന് അങ്ങനൊരു ഇത് മനസ്സിലുണ്ടായിരുന്നൊരു സംഭവം ചെയ്യണമെന്നുള്ളത്. അന്നേരമാണ് നമ്മുടെ തമിഴില് സൂര്യ സിനിമ ഇറങ്ങുന്നത്. അപ്പം എൻ്റെ അടുത്ത് പറയും ഇത് ഞാൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു എൻ്റെ മനസ്സിലുള്ളത് വരെ. പക്ഷെ അതിൻ്റെ ഒരു ഇതായിരിക്കാം ചില സമയങ്ങളിൽ ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ ഉള്ളത്. അങ്ങനെയാണ് ഒരു പാട്ട് എഴുതണം അല്ലെ ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കഥ എഴുതണമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ റിസർച്ചിന് വേണ്ടി വെച്ചിരിക്കുന്ന ബുക്കെല്ലാം എന്ത് ചെയ്യുമെന്ന് അറിയും? ആദ്യം ആ ബുക്കിൻ്റെ എല്ലാം പൊതിച്ചിൽ കളയും. എന്നിട്ട് വേറെ പേപ്പർ കൊണ്ടുവന്ന് അത് മുഴുവൻ പൊതിഞ്ഞ് അത് ഒട്ടിച്ച് അതിൻ്റെ ഓരോ സംഭവങ്ങൾ അങ്ങനെ നോക്കിയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം ഇത് കണ്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം കണ്ട ഒരു കുറ്റം അതാണ്. ആരെങ്കിലും അങ്ങനെ കാണുമോ? അതെങ്ങനെ എന്തെല്ലാം കണ്ടാലും ഒരു മനുഷ്യനൊരു കഥ ഉണ്ടാക്കുന്ന അല്ലെ ഒരു പാട്ടുണ്ടാവുന്നത്. അതല്ല നമ്മളൊന്നും ഇതൊന്നും അടുക്കി വെച്ചിട്ടുള്ളതല്ലല്ലോ. അത് ചെയ്യുന്നവർക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ. പിന്നെ അദ്ദേഹം ആരോപിച്ചത് ഈ 15,000 രൂപയാണ്. ഇന്നും ഞങ്ങൾ പറയുന്നത് ഈ 15,000 രൂപ കൊണ്ട് ഒരു ആളിന് 2-3 പാട്ട് എഴുതി കൊടുത്തിട്ട് 15,000 രൂപ കൊടുത്തതാണോ അദ്ദേഹം പറയുന്നത് ഏറ്റവും ചോദിച്ചു മേടിച്ചു എന്ന് പറയുന്നത്? അവസാനം ഇദ്ദേഹം വന്ന് ദേഷ്യപ്പെട്ടു. 3 ദിവസമായിട്ട് നിങ്ങളൊന്നും എഴുതിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിനനുസരിച്ചും ഡയറക്ടറുടെ ഫിലിം ചെയ്യാൻ പോകുന്ന ആളിൻ്റെയും ആ കഥയുടെയും മ്യൂസിക് ഡയറക്ടറുടെ എല്ലാം ഇതനുസരിച്ച് വേണ്ട ഒരാൾ വരികൾ എഴുതാൻ. അങ്ങനെയാണ് അവിടെ നിന്ന് പോരുന്നത്. പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങുമായിരുന്നു. അത് എഴുതി കൊടുത്തിട്ട് ഇനി എനിക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഇട്ട് മാനസികമായി പീഡിപ്പിച്ചത് കൊണ്ടാണ് പൈസ ചോദിച്ചത്. അല്ലേ അതുപോലും ചോദിക്കാതെ എത്രയോ പേര് വിളിച്ചിട്ട് പോയിട്ട് വണ്ടിക്കൂലി പോലും ഇല്ലാതെ വന്നിട്ടുണ്ട്. കടം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. തിരിച്ച് കയറി വരുമ്പം നമ്മളോട് പറയും ഇന്ന് പോയിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. നമ്മളതൊക്കെ ആയിട്ട് അങ്ങ് പൊരുത്തപ്പെടും. നമുക്കതിലൊന്നും ഒരു പ്രശ്നമുള്ള ഫാമിലി അല്ലായിരുന്നു ഞങ്ങൾ. പിന്നെ